വൈകുന്നേരം ഇപ്പോൾ ഫുട്ബോൾ ഇങ്ങനെ ബൂട്ട് എടുത്ത് നോക്കിയാൽ ബൂട്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ബൂട്ട് അങ്ങോട്ട് മരിച്ചെന്ന് പറയണതാണ് സത്യം. അങ്ങനെ ആ ബൂട്ടും എടുത്തോണ്ട് നേരെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് അങ്ങോട്ട് പോട്ടെ. അവൻ പറഞ്ഞ് നമുക്ക് ഇന്നൊരു ദിവസം കളിക്കാൻ വേണ്ടി നമുക്ക് അത്യാവശ്യത്തിന് പശയൊക്കെ ഒട്ടിച്ച് നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പശയൊക്കെ എടുത്ത് ഒട്ടിച്ച് നോക്കി. പക്ഷെ ഒരു വിധത്തിൽ പശ ഒട്ടുന്നതേ ഇല്ല. അങ്ങനെ വണ്ടി എടുത്തോണ്ട് നമ്മൾ നേരെ കടയിൽ പോയി നല്ല പവർഫുള്ള് പശ നോക്കി അങ്ങോട്ട് വാങ്ങാൻ അങ്ങ് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ പശ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് സംഭവം ഈ പശ വാങ്ങാൻ നമ്മൾ 3-4 കട കയറി ഇറങ്ങിയിട്ട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞാൽ ഈ പശ വെച്ച് ഒട്ടിച്ച പിന്നെ ബൂട്ട് ഇളവത്തേ ഇല്ലെന്നാണ് പറയുന്നത്. അവൻ്റെ വാക്കും കേട്ടാണെങ്കിൽ ഈ പശ അങ്ങോട്ട് വാങ്ങിച്ചു. ഈ പശയുടെ പേരാണ് ഫ്ലെക്സ് കുക്ക് എന്നാണ് കേട്ടോ. സംഭവം 60 രൂപയേ ഉള്ളൂ. അങ്ങനെ ആ പശയും വാങ്ങിച്ചാൽ നമ്മൾ നേരെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിലോട്ട് അങ്ങോട്ട് കയറി ഇരുന്നിട്ട് പിന്നെ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് ഞാൻ ബൂട്ട് ഒട്ടിച്ചേരാന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ബൂട്ടൊക്കെ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒട്ടിച്ചാൽ ശരിയാവില്ലെന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞു നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല, എനിക്കിത് ഒട്ടിച്ച് എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. പിന്നെ ഞാനും ഒന്നും പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ അവൻ്റെ കയ്യിൽ ബൂട്ട് അങ്ങോട്ട് കൊടുത്തിട്ടാ. അങ്ങനെ അവൻ ബൂട്ട് ഒട്ടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് വെച്ച് ഇതിൽ എവിടെയാണ് ഒട്ടിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു മൊത്തത്തിൽ അങ്ങോട്ട് ഒട്ടിച്ചോളാൻ പറഞ്ഞു. മൊത്തത്തിൽ കയറിയിരിക്കില്ല. അങ്ങനെ അവൻ പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിന് ശേഷം അവൻ ബൂട്ടൊക്കെ ഒട്ടിച്ച് കയ്യിലോട്ട് തന്നിട്ട് പിന്നെ ബാക്കിയൊന്നുള്ള പശ നമ്മൾ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നാളെ ആവശ്യം വന്നാലും അങ്ങനെ ബൂട്ടും കൈ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഗ്രൗണ്ടിലോട്ട് പോകണം. എന്തിനാണ് ബൂട്ടും കൈ പിടിച്ചുകൊണ്ട് പോകണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, പശ ഇപ്പോൾ ഒട്ടിച്ചേ ഉള്ളൂ. നല്ല രീതിക്ക് അങ്ങോട്ട് ഒട്ടട്ടെ എന്നങ്ങ് വിചാരിച്ചിട്ട് അങ്ങനെ ബൂട്ടും കൈ പിടിച്ചുകൊണ്ട് നമ്മൾ നേരെ ഗ്രൗണ്ട് ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാം സമയം താമസിച്ച് പശയൊക്കെ ഒട്ടിച്ചിരുന്നപ്പോൾ തന്നെ നല്ല രീതിക്ക് സമയം അങ്ങോട്ട് താമസിച്ചിട്ട് അങ്ങനെ ബൂട്ടും എടുത്തുകൊണ്ട് നമ്മൾ നേരെ ഗ്രൗണ്ടിലോട്ട് എത്തി. ഗ്രൗണ്ടിലോട്ട് എത്തിയപ്പോഴേ പയ്യന്മാരെല്ലാം കളി അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് നമ്മൾ ചാടി ഇറങ്ങി ഗ്രൗണ്ടിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇനി അടുത്ത് ഞാൻ ഏത് പുതിയ ബൂട്ട് വാങ്ങണമെന്ന് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.